ദാ ഈ ചെടി കണ്ടോ? ഈ ചെടിയുടെ പേരിൽ ഒരു സമരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നീലം കൃഷി, ചമ്പാരൻ സമരം. അതെ, നീലയമരി എന്ന ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഇൻഡിഗോ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന നീലയമരി തലമുടിക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഔഷധ സസ്യമാണ്. മുടി വളരാനുള്ള ഓയിലിലും ഹെന്നയിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മുടി പൊട്ടിപ്പോകുന്നതിനും മുടി നരയ്ക്കുന്നതിനും കൊഴിഞ്ഞു പോകുന്നതിനുമൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് നീലയമരിയുടെ ഉപയോഗം. മുടിക്ക് മാത്രമല്ല, വിവിധ വിഷങ്ങൾക്കും നീലയമരി ഉപയോഗിക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തം, കരൾ രോഗം എന്നിവയ്ക്ക് നീലയമരി ഗുണപ്രദമാണ്. കൂടാതെ ചർമ്മരോഗങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അപസ്മാരത്തിന്റെ മരുന്നിന്റെ കൂടെ കൂട്ടുമരുന്നായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. മുറിവിനും നല്ലൊരു മരുന്നാണ് നീലയമരി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാനായിട്ട് നീലയമരി ഉപയോഗിച്ചിരുന്നു. വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും കാച്ചി തലയിൽ തേക്കാവുന്നതാണ്. ഒരുപാട് മെഡിസിനിൽ ഉപയോഗിക്കുന്ന നീലയമരിക്ക് ഗുണങ്ങൾ ഏറെയാണ്. ഹെയർ പായ്ക്ക് ഉണ്ടാക്കാൻ ഇല തണലത്ത് വെച്ച് തന്നെ ഉണക്കാൻ ശ്രദ്ധിക്കുക. നീലയമരി എണ്ണ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഹെയർ പായ്ക്കും ഉപയോഗിച്ചാൽ ഫലം കൂടുന്നതാണ്. വസ്ത്രങ്ങൾക്ക് നീല നിറം കൊടുക്കാൻ പണ്ട് നീലയമരിയാണ് ഉപയോഗിച്ചിരുന്നത്. 1.5-2 മീറ്റർ ഉയരത്തിൽ വളരുന്ന ചെടിയാണ് നീലയമരി. പലതരം നീലയമരി ഉണ്ട്, എന്നാൽ ഇത് ഒറിജിനൽ നീലയമരിയാണ് കേട്ടോ. ഇതിൻ്റെ ഇലയെടുത്ത് മുറിച്ചാൽ നേരെ കത്രിക കൊണ്ട് മുറിക്കുന്ന പോലെ മുറിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റ് നീലയമരിയുടെ ഇല അങ്ങനെ മുറിഞ്ഞ് കിട്ടത്തില്ല. ഇതിൽ ചെറിയ പയർ പോലെ വിത്തുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പയർ വർഗത്തിൽപ്പെടുന്ന കുറ്റിച്ചെടി എന്നും പറയുന്നുണ്ട്. ഇത് വീണ് നിറയെ തൈകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. 6 മാസം കൊണ്ട് നീലയമരി വളർന്ന് പൂർണ്ണ വളർച്ചയിൽ എത്തുന്നതാണ്. പ്രകൃതിദത്ത ഇൻഡിഗോ നിറമാണ് നീലയമരിയിൽ നിന്നും കിട്ടുന്നത്. പൂവിൻ്റെ നിറം ഒരു പിങ്ക് നിറം ആയിരിക്കും. പുളിയുടെ ഇല പോലെയാണ് ഇലയുടെ ഷേപ്പ്. നടുമ്പോൾ നല്ല വെയിലും വെള്ളവുമുള്ള സ്ഥലത്ത് നട്ടാൽ പെട്ടെന്ന് തന്നെ കിളിർത്തു വരുന്നതാണ്. കേരളത്തിൽ ധാരാളമായി നീലയമരി വളരാറുണ്ട്. ഒരു തണ്ടിൽ തന്നെ ഇലയും പൂക്കളും വിത്തുകളും കാണപ്പെടുന്നുണ്ട്. ഒരുപാട് വിത്തുകൾ വീഴുമെങ്കിലും തൈ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. എങ്കിലും തൈകൾ അത്യാവശ്യം വളരാറുമുണ്ട് കേട്ടോ. ഒരു കുറ്റിമരം പോലെ നിൽക്കുന്ന ഈ പയർച്ചെടിക്ക് അപരന്മാർ ഏറെയാണ്. എങ്കിലും ചില പ്രത്യേകത ഒറിജിനൽ ചെടിക്കുണ്ട്. ഇലയെടുത്ത് മുറിച്ചു നോക്കാം. കൂടാതെ ഇല ചവച്ചു നോക്കിയാൽ ഒരു കയ്പാണ് ഉണ്ടാകുന്നത്. ഇല വെള്ളത്തിൽ മുറിച്ചിട്ടാൽ വെള്ളത്തിൻ്റെ നിറം നീലയായി വരും. എണ്ണ മുറുക്കിയാൽ ഒരു ഇൻഡിഗോ കളറിൽ എണ്ണ കിട്ടും. മറ്റ് അപരന്മാർക്ക് ഈ കഴിവുകൾ ഇല്ല. ഇങ്ങനെയൊക്കെ നോക്കിയാൽ നല്ല ചെടി കണ്ടെത്താവുന്നതുമാണ്. മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു ഔഷധ സസ്യമാണ് നീലയമരി എന്നതിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നീലയമരി എന്ന ഔഷധ ചെടിയെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ.